സ്റ്റോറി ചാർട്ട് തയ്യാറാക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ. ഇതിനെ പ്രധാനമായും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റോറിക്ക് വേണ്ട ഇമേജുകൾ കളക്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഈ പ്രവർത്തനം ചെയ്ത് തുടങ്ങേണ്ടത്. ആപ്ലിക്കേഷൻ, ഓഫീസ്, ലിബ്രിയോഫീസ് റൈറ്റർ എന്ന ക്രമത്തിൽ ഓപ്പൺ ചെയ്ത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇവിടെ ടെക്സ്റ്റ് ബോക്സാണ് ഉപയോഗിക്കുന്നത്. ഇൻസേർട്ട് ടെക്സ്റ്റ് ബോക്സ് എന്ന രീതിയിൽ ടെക്സ്റ്റ് ബോക്സ് ആഡ് ചെയ്തു. ശേഷം കഴ്സർ അറേഞ്ച് ചെയ്തു. കീബോർഡ് ഉറുദു ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ടൈപ്പ് ചെയ്യാം. ഏക് ദിൻ ഏക് എന്ന് ടൈപ്പ് ചെയ്ത് കഥയുടെ ആദ്യത്തെ വരിയിൽ ബോക്സ് ഒന്ന് അറേഞ്ച് ചെയ്തതിന് ശേഷം ഫോണ്ട് സൈസ് വേണ്ട മാറ്റം വരുത്തി. ഇനി അടുത്ത പദത്തിന് പകരം ഒരു ചിത്രമാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഇൻസേർട്ട് മെനുവിലെ ടെക്സ്റ്റ് ബോക്സിൻ്റെ സൗകര്യം ഒരു ചിത്രം പോലെ തന്നെ നമുക്ക് പേജിൻ്റെ ഏത് ഭാഗത്തേക്കും അത് മാറ്റി വെക്കാൻ സാധിക്കും. ഇൻസേർട്ട് പിക്ചർ എന്ന ക്രമത്തിൽ ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നു. ആവശ്യമായ ചിത്രം സെലക്ട് ചെയ്ത് ഓപ്പൺ ക്ലിക്ക് ചെയ്തു. ഇനി ചിത്രം വരിയിലേക്ക് പാകപ്പെടുത്തി യഥാസ്ഥാനത്ത് ചിത്രം ക്രമീകരിക്കുന്നു. അതിനുശേഷം അടുത്ത പദം അത് ടൈപ്പ് ചെയ്യുന്നതിന് വീണ്ടും ടെക്സ്റ്റ് എഡിറ്റർ ആഡ് ചെയ്തു. ഇവിടെ ഓർ എന്നാണ് ടൈപ്പ് ചെയ്യുന്നത്. അതും സെലക്ട് ചെയ്തതിന് ശേഷം ഫോണ്ട് മാറ്റം വരുത്തി ടെക്സ്റ്റ് ബോക്സ് ആവശ്യമായ വലുപ്പത്തിലേക്ക് ക്രമീകരിച്ചു സ്ഥാനം. ഇനി അടുത്ത ചിത്രം ഇൻസേർട്ട് ചെയ്യുന്നു. ഇൻസേർട്ട് മെനുവിലെ ഇമേജ് വഴി അടുത്ത ഖർഗോഷിൻ്റെ ചിത്രം സെലക്ട് ചെയ്തു. ആവശ്യമായ വലുപ്പം ചിത്രം സ്ഥാനം ക്രമീകരിച്ചു. ഇങ്ങനെ ഏതെല്ലാം ഈ കഥാ സന്ദർഭത്തിൽ പറയുന്ന ചിത്രങ്ങളും അതുപോലെ ഇടയ്ക്ക് ടെക്സ്റ്റും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പിക്ചർ ചാർട്ട്, സ്റ്റോറി ചാർട്ട് ഇതുപോലെ തയ്യാറാക്കാൻ കഴിയും. ഇനി ഈ ചിത്രത്തിന് ചുറ്റും കാണുന്ന സ്ക്വയർ അത് ഇതിനെ PDF ആക്കുന്നതോടുകൂടെ അത് അപ്രത്യക്ഷമാകും. ഫയൽ മെനുവിലെ PDF എക്സ്പോർട്ട് ആസ് PDF എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്തു. ഫയൽ നെയിം നൽകി സേവ്. ഡെസ്ക്ടോപ്പിൽ ഒരു PDF ഫയൽ ഇതായതുപോലെ ചിത്രം മാറിയിട്ടുണ്ട്.